கூப்பிடும் அந்த மனிதன் கோயம்புத்தூர் தாண்டி போயிட்டு இருக்காங்க. கொஞ்சம் நேரத்துக்கு அப்புறம் ட்ரை பண்ணுங்க. അവൻ കോയമ്പത്തൂര് കഴിഞ്ഞു പോയി. എന്റെ ദൈവമേ, ഉള്ള കോഴിയുടെ ഓർഡർ എല്ലാം പിടിച്ചു വെച്ചിട്ട് ഇവിടുത്തെ പണിക്കാരൻ ബംഗാളി അവന്റെ നാട്ടിൽ പോയേക്ക്. ഇതേവരെ ഒരു ഉറുമ്പിനെ പോലും ഞാൻ കൊന്നിട്ടില്ല, പിന്നെയല്ലേ കോഴി. ഇന്ന് വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും തമ്പുരാനെ? ആണ്ടില്ല, പെണ്ണമ്മ വരുന്നുണ്ട്. കോഴിക്കായിരിക്കും ഇവളോട് ഞാൻ ഇനി എന്ത് പറഞ്ഞ് തിരിച്ചു വിടും തമ്പുരാനെ? രാമേട്ടാ, ഒരു കോഴി. നിന്റെ വീട്ടിൽ എല്ലാ ദിവസവും നിങ്ങൾ പച്ചക്കറി അല്ലേ കഴിക്കുന്നത്, പിന്നെ എന്തിനാ ഇന്ന് കോഴി മേടിച്ച് തിന്നാൻ പോണത്? ഇന്ന് ചേട്ടന്റെ മോള് സന്ധ്യനെ കാണാനേ ഒരു കൂട്ടര് വരുന്നുണ്ട്. അവളെ കാണാൻ ഡെയിലി ഇവിടെ ഒരു കൂട്ടരുണ്ട്. ഇനി അവിടെ ഒരു കൂട്ടർ വരുന്നത് ഈ കൂട്ടരറിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടർ തമ്മിൽ കൂട്ടത്തല്ലായി പോവല്ല. രാമേട്ടാ, അതല്ല, സന്ധ്യനെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണത്? വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ടേ? പെണ്ണമ്മേ, സത്യത്തിലേ എനിക്ക് ഈ കോഴിയെ കൊല്ലാൻ പേടിയാടി. അപ്പൊ ഇത്ര നാൾ ഇവിടെ കോഴിയെ കൊന്നോണ്ടിരുന്ന ആരാ? അതാ ബംഗാളിയല്ല, അവൻ അവന്റെ നാട്ടിലും പോയി. ഇതൊക്കെ വലിയ കാര്യാണാ? നിസ്സാര കാര്യല്ലേ? ഒരു കോഴിനെ അങ്ങോട്ട് പിടിക്കുക, കഴുത്ത് കണ്ടിക്കുക, ഈ ഡ്രമ്മിലേക്ക് ഇടുക, 2 പെട, അത് കഴിയുമ്പോ എടുത്ത് വെട്ടിക്കടിച്ച് ഇങ്ങോട്ട് തരിക. ഇതൊക്കെ അപ്പൊ നിനക്കറിയല്ലേ? എന്നാ പിന്നെ നീ തന്നെ കോഴിയെ കൊന്നു കൊണ്ടുപോയിക്കോ. ഞാൻ കോഴിയെ കൊല്ലാനോ? എന്റെ രാമേട്ടാ, ഇത് ഇത്ര നിസ്സാര കാര്യമാണോ? കോഴിയെ പിടിക്കണം, കഴുത്ത് കണ്ടിക്കണം, ഡ്രമ്മിലിടണം, പിടക്കണം, കാണുമ്പോ ചോര കണ്ടാലേ എനിക്ക് തലറിഞ്ഞു വീഴും. ഇത് പറയുമ്പോ നിസാരമാ, ഇത് ചെയ്യുമ്പോ ഭീകരതയാ. അയ്യോ, ഒരു ഭീകരം വരുന്നുണ്ട്. ഇവന്റെ ഹോട്ടലിലേക്ക് ഇന്ന് 20 കിലോ കോഴി കൊടുക്കാൻ നേട്ടതാ. ഇവനോട് ഞാൻ ഇനി എന്ത് പറയും തമ്പുരാനെ? കോഴി റെഡിയാണോ? ചാകാനുള്ള കോഴി റെഡിയാണ്, പക്ഷെ കൊല്ലാനുള്ള ബംഗാളി നാട്ടിൽ പോയേക്കുവാ. എന്നാ പിന്നെ ചേട്ടൻ കോഴിയെ കണ്ടിച്ചിങ്ങോട്ട് താനേ. എന്റെ പൊന്നു മനോജ്, എനിക്ക് ഈ കോഴിയെ കൊല്ലാൻ പേടിയാടാ, തല കറങ്ങുവാടാ. എന്തിനു പേടിക്കുന്നത്? ആ കോഴിയെ പിടിക്കുക, കണ്ടിക്കുക, പീസ് ആക്കുക, പാഴ്സൽ ചെയ്യാ, കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. നിസ്സാര സംഭവം അല്ലേ? അത്ര നിസ്സാരാണ് ചേട്ടൻ കൂടെ കൊല്ലാൻ പാടില്ല. അയ്യോ, എനിക്ക് പറ്റത്തില്ല. കോഴിയെ കൊല്ലുന്നത് കാണുമ്പോ തന്നെ ഞാൻ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എന്റെ പൊന്നു രാമേട്ട, പല്ലട കുത്തി നിൽക്കാതെ കോഴിയെ കണ്ടിച്ചാന്നേ എനിക്ക് ദമ്മക്കടിക്കാനുള്ളതാണ്. നിങ്ങൾ കോഴിക്കാൽ കൊണ്ടാണോ ഇങ്ങനെ ഡ്രം അടിക്കണത്? തലക്കൊട്ടൊന്നും നന്നാണല്ലോ. ദം ബിരിയാണി ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാ. പെട്ടെന്ന് കോഴിയെ കണ്ടിച്ച് തരാൻ. എനിക്ക് പോകാനുള്ള വിരുന്നുകാർ വരും. പെട്ടെന്ന് ഇങ്ങോട്ട് കോഴിയെ കണ്ടിച്ച് താനേ അവിടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കോഴിയെ കൊല്ലാൻ ധൈര്യമില്ല, പിന്നെ ഇവിടെ ധൈര്യമുള്ള ആരുണ്ട്? അത് ആകപ്പാടെ ആ കോഴിക്ക് മാത്രമേ ഉള്ളൂ. അതിനാരും കൊല്ലൂല എന്നുള്ള ധൈര്യം. അത് ശരി. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി. ഇനിയിപ്പൊ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. എന്റെ അളിയൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അളിയൻ ആരാന്നറിയാവോ? പേര് കേട്ട ഗുണ്ടല്ലേ, വെട്ട് ശശി. അയ്യോ, എന്താണ് വിഷയം? എന്താണ് ഇവിടെ ഒരു വിഷയം? ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ബഹളം കേട്ടല്ല. ഇവിടെ വിഷയം അളിയതാ നിൽക്കുന്നവനില്ലേ, ഇവനാണ് വിഷയം. പിന്നെ മോഹം കണ്ടാലറിയാം. എന്താണ് നിന്റെ വിഷയം? എന്താണ് നിന്റെ വിഷയം? എനിക്കെല്ലാം വിഷയം ഇരിക്കുന്നു. നിനക്കൊരു വിഷയമില്ലേ? എന്നാ എനിക്ക് വിഷയമുണ്ട്. അത് ഞാൻ പറയാം. ആ പെൺകൊച്ച് ഇവിടെ കോഴിനെ മേടിക്കാൻ വന്നപ്പോ നീ ആ കൊച്ചിനെ കടത്ത് പിടിച്ചേ. എന്താണ് നീ അവളെ പിടിക്കാഞ്ഞ്? ഇത്ര സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി തന്നിട്ട് നീ എന്തുകൊണ്ടത് ചെയ്തില്ല? ഒരു മിനിറ്റ്, നീ എവിടേക്ക് നീ പോകില്ലേ? ഹലോ, ജയിൽ സൂപ്രണ്ടല്ലേ? വെട്ടി ശശിയാണേ. അവിടെ ചെറിയൊരു വിഷയമുണ്ട്. ചിലപ്പോ ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരും. ആ 8ാം നമ്പർ സെല്ലൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്ക്. ഓക്കെ. അപ്പൊ നിന്റെ വിഷയം എന്താണ്? വിഷയമില്ല. പിന്നെ ഇവിടെ എന്താണ് വിഷയം? എന്റെ അളിയ ഇതൊന്നും അല്ല വിഷയം. പിന്നെ ഇവർ രണ്ടുപേരും കോഴിയെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കോഴിയെ കൊല്ലാനായിട്ട് ആളില്ല. ആളില്ലേ? പളിയെ കൊല്ലത്തില്ല. നീ കൊല്ലത്തില്ല? ഞാൻ കൊല്ലത്തില്ല. ഞാൻ കൊല്ലത്തേ ഇല്ല. പിന്നെ ആരെയും ഇപ്പൊ കൊല്ലത്തുള്ളത്? ദൈവമേ, കൊല്ലത്തുള്ള ആളെ വിളിച്ചു വരുത്താനാണോ പറഞ്ഞത്? അളിയൻ വന്ന സ്ഥിതിക്ക് അളിയൻ ഈ കോഴിനെ ഒന്ന് കൊന്നു തരണം. കോഴിയെ കൊന്നു കൊടുക്കണം. എന്റെ അളിയ, ഈ നിസാരപ്പെട്ട ഒരു കോഴിനെ കൊല്ലാനാണ് ഞാൻ ഇവിടെ വരാൻ വന്നത്. അത് വെട്ടുശശിയായ ഞാൻ അതെങ്ങനെ അത് നടക്കണ കാര്യമുള്ളത്? ചീള് കേസൊക്കെ ഞാൻ ഏറ്റെടുക്കൂല. എന്റെ അളിയ ഒന്ന് കൊന്നു കൊടുക്കളിയാ. എനിക്ക് ഹോട്ടലിൽ കൊടുക്കാനുള്ള പെട്ടെന്ന് കൊന്നതാണ്. അത്രയ്ക്ക് വിഷയമായിട്ടിരിക്കണം. ഇപ്പൊ ഞാൻ വന്നിട്ട് അളിയനെ സഹായിച്ചില്ല എന്ന് വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ കൊല്ലാം. ഏത് കോഴിനെ ഞാൻ കൊല്ലണ്ട? ഒരുപാട് കോഴിയുണ്ട്, അതിനെ എല്ലാത്തിനെയും കൊല്ലേണ്ടതാണ്. ആദ്യം അളിയൻ ഈ കോഴീനെ വേണം കൊല്ലാൻ. ഈ കോഴിനാണോ കൊല്ലണ്ടത്? ഇതിനെ നമുക്ക് തൂക്കിക്കൊല്ലാം. കോഴിനെ ആരെങ്കിലും തൂക്കിക്കൊല്ലുവോ? കെട്ടി തൂക്കി കൊല്ലാനല്ല, ആദ്യം ഇത് തൂക്കം നോക്ക്, എന്നിട്ട് കൊല്ലാന്നാ പറഞ്ഞത്. എന്റെ അളിയ ഇതിനാദ്യം കൊല്ല്, എന്നിട്ട് ഞാൻ തൂക്കിക്കോളാം. ശരി.
എന്താളിയത്? ഒറ്റയടിക്ക് എല്ലാത്തിനെയും കൊല്ലാനുള്ള പരിപാടിയാ. കണക്ക് നോക്കല്ലേ, എല്ലാവരും ഇത്തിരി നീങ്ങിന്നേ. ചോര തീർക്ക്, ചോര തീർക്ക്. കോഴിച്ചോരയാണ്, അരിമ്പാറ വരും. അതാ പറയണത്. എല്ലാരും കൂടി വന്നേ. പിന്നെ ഇതിപ്പോ നിങ്ങൾക്ക് നിസാരപ്പെട്ട ഒരു കോഴിയായിരിക്കും. പക്ഷെ ഈ കോഴിനെ കൊല്ലണമെങ്കിൽ സയൻസ് പരമായിട്ട് വേണം ഈ കോഴിനെ കൊല്ലാൻ. ഇത് സയൻസ് പരമായിട്ട് കൊല്ലണം. അതെങ്ങനെ? അതായത് ഈ കോഴി ഞാൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് ഇത് അറിയരുത്. അതെല്ലാം അറിയരുതെന്ന് പറഞ്ഞത്? ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തലയിൽ ഒരു അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഒരു അത് മോക്ക് പറയാ. പക്ഷെ എന്റെ നാക്കിന്റെ തള്ളിച്ചാറിന് ഈ പല്ലു വന്ന് ചുണ്ടയിലടിക്കാൻ എനിക്കത് പറയാൻ കിട്ടാത്ത. അപ്പൊ ഈ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഈ വിഷം ഇതിന്റെ തലയിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടും. ഇത് ഇതിന്റെ രക്തത്തിലൂടെ ഇതിന്റെ ബോഡിയിലെത്തും. അപ്പൊ ഈ വിഷമാണ് നമ്മൾ വെട്ടിപ്പുഴുകി കഴിക്കാൻ പോണത്. പൊന്നളിയ മാരകമായ രോഗം വന്ന് പുഴുവരിച്ച് മരിക്കും. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനകത്ത്? അതാണ് പറഞ്ഞത്, ഒറ്റ വെട്ട് 2 തുണ്ടം. അതായത് കഴുത്ത് വേറെ ഉടല് വേറെ ഇട്ട് കിടക്കണം. അങ്ങനെ വേണ്ടത് ഈ കൊല്ലാൻ. പക്ഷെ ഒരു കാരണവശാലും ഈ കോഴി എറിയരുത്, ഇത് മരിക്കാൻ പോവുകയാണ്. ഒരു കാരണവശാലും അതിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ അതിന് കൊല്ലണം പറയണ്ട. എന്നാ മണ്ടത്തരായി പറയുന്നത്? നമ്മളിപ്പോ പറഞ്ഞത് മുഴുവൻ ആ കോഴി കേട്ടില്ലേ? ചുമ്മാതെ ഇപ്പൊ ഇതിനെ എവിടെ കൊണ്ടുവന്ന? തമിഴ്നാട്ടിൽ നിന്ന്. ഇത് തമിഴൻ കോഴിയാണ്. നമ്മള് കൊല്ലണ കാര്യം മലയാളത്തിലല്ലേ പറഞ്ഞത്. അപ്പൊ ഈ കോഴി അറിയരുത്, ശ്രദ്ധ തിരിപ്പിക്കണം. എങ്ങനെ ശ്രദ്ധ എങ്ങനെ തിരിപ്പിക്കാൻ പറ്റും? ഞാൻ ശ്രദ്ധ തിരിപ്പിച്ചോളാം. അതെങ്ങനെ ശ്രദ്ധ തിരിപ്പിക്കും? ഞാനൊരു കഥ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാനിങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഈ കഥയിലേക്ക് ഈ കോഴി ആഴ്ന്നിറങ്ങും. ഈ സമയത്ത് ഈ കോഴിയുടെ ഞാൻ അളിയന്റെ കയ്യിൽ തരും. എന്നിട്ട് ഞാൻ കഥ തുടരും. അപ്പൊ ഇങ്ങനെ കഥ കേട്ട് ഈ കോഴി ഇങ്ങനെ പതുക്കെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോ അളിയൻ 1 2 3 എന്ന് പറഞ്ഞ സിഗ്നൽ തന്നെ. അപ്പൊ ഞാൻ അപ്രതീക്ഷിതമായിട്ട് അപ്പൊ നമുക്ക് കഥ തുടരാം. മോനൊന്നുമില്ല. ശശിമാമൻ ഒരു കഥ ചൊല്ലിട്ടുമാ. ഈ കഥയുടെ തുടക്കത്തിൽ അയ്യോ അടിപൊളി. രക്തം ചീറ്റി തെറിച്ച് കിടക്കുന്നുണ്ടോ? ഒറ്റ വെട്ടല്ലേ വിട്ടുള്ളൂ, ഒറ്റ വെട്ടേ. ആരമേത് ചോരർച്ചില്ല. 2 തുണ്ടായിട്ട് അടിപൊളി. കോഴി ചത്തല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കോഴിയുടെ തല കോഴിയുടെ ഉടലെ തന്നെ ഉണ്ട്. ചോര എടുക്കണ്ടില്ലേ? ചോര ആരുടെ ആർക്കറിയാം? ആര് തല എടുക്കുന്നത്? കോഴി തലയല്ലേ ഇത്? ഇത് തലയിലല്ലോ. എന്ത് തലയല്ലേ ഇത്? വിരലാണല്ലോ. ഈ വെട്ടിച്ചാച്ചിയുടെ വെട്ടൊത്ത് മാറിപ്പോയി. ഏതായാലും ആ സൂപ്രണ്ടിനെ വിളിച്ചൊരു സെല്ല് ബുക്ക് ചെയ്തത് നന്നായി. ഇപ്പോഴാണ് ചേട്ടൻ വെട്ടുകേസിലെ പ്രതിയായ വെട്ടുശശിയായത്. ഈ വെട്ടുശശി അല്ലടാ, പട്ടുശശിയാ. എന്റെ മുന്നിൽ നിന്ന് പോടാ. അയ്യോ, ഇതെന്തിനാ? പകരം വീട്ടിയതാ. അയ്യോ.